വിജി തമ്പി, ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. വ്യാപകമായ തട്ടിപ്പാണ് ഈ സംഗമത്തിന്റെ പേരിൽ സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയത് എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വിളിച്ചു പറയുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് തെറ്റാണ്, അല്ലെങ്കിൽ ചില പിഴവുകൾ അതിനകത്തുണ്ടായി, അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വാർത്തകൾ പ്രചരിക്കുന്നുവെന്നാണ് ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അവരുടെ ഓഡിറ്റ് ഗ്രൂപ്പ് തന്നെയാണല്ലോ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അല്ലാതെ മറ്റ് സംഘടനകളൊന്നും അല്ലല്ലോ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ശ്രീ ജയകുമാർ സാർ തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ, ദേവസ്വം ബോർഡിന് ഭീകരമായ നഷ്ടം ഇതുമൂലം ഉണ്ടായെന്ന്. അപ്പോ ദേവസ്വം ബോർഡ് ഇത് ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പം നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ നൽകിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. അവരാ ഭാഗത്ത് പോലും വന്നിട്ടില്ല. അവരൊരു പടം പോലും അവിടെ വെച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് 8 ലക്ഷം രൂപ. പിന്നെ നമ്മുടെ സഖാവ് പിണറായി വിജയന് രാജതൽപ്പം, അതായത് രാജസിംഹാസനം പോലെയുള്ള കട്ടിലിന് 2 ലക്ഷം രൂപ എന്നൊക്കെയാണ് കേട്ടത്. അദ്ദേഹം അവിടെ കിടന്നതുപോലും ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം വന്നാൽ അഥവാ കിടന്നാലോ എന്ന് കരുതി ഒരു കട്ടിൽ 2 ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ ചെലവാക്കി എന്നുള്ളതാണല്ലോ ഓഡിറ്റ് റിപ്പോർട്ട് വന്നത്. മാത്രമല്ല, അവിടെ എത്രയോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കുഴിച്ചു മൂടിയില്ലേ, എത്രയോ ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം, ആഗോള തട്ടിപ്പ് സംഗമം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇവിടുന്ന് ആൾക്കാർ ഈ പറഞ്ഞ സ്പോൺസേഴ്സ് ഒഴുകിയെത്തും, ശബരിമലയുടെ വികസനത്തിന് കോടിക്കണക്കിന് രൂപ വരുമെന്ന് പറഞ്ഞു. 2 ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ധനലക്ഷ്മി ബാങ്ക് ദേവസ്വം ബോർഡിന്റെ തന്നെ ബാങ്കാണ്. അപ്പൊ അവർ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പണി കിട്ടും. പിന്നെ അടുത്ത ബാങ്ക് കേരള ബാങ്ക്, പിണറായിയുടെ സ്വന്തം ബാങ്ക്. ഈ 2 ബാങ്ക്, പിന്നെ അദാനി ഗ്രൂപ്പ്, അവരോട് നിർബന്ധിച്ച് വാങ്ങിച്ചായിരിക്കും. അല്ലാതെ ശബരിമലയിൽ വരുന്ന എത്രയോ ഭക്തജന്മാരുണ്ട്. ശബരിമലയിൽ കോടീശ്വരന്മാരായിട്ടുള്ള എത്രയോ പേര് ഭക്തരായി ശബരിമലയിൽ വരുന്നുണ്ട്. എല്ലാ വർഷവും എല്ലാ മാസവും വരുന്ന എത്രയോ കോടീശ്വരന്മാരുണ്ട്. അവരാരെങ്കിലും ഒരു പൈസയിലും കൊടുത്തു പോകാൻ അവരെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉദാഹരണം പറഞ്ഞാൽ കുമരൻ സിൽക്ക് എന്ന് പറയുന്ന വലിയ ഒരു ഫേം, അവരാണ് ശബരിമലയിലെ ആ ശബരി ഗസ്റ്റ് ഹൗസ് കംപ്ലീറ്റ് അന്ന് 5-10 കോടി രൂപ മുടക്കിയാണ് അവര് അത് പുനർനിർമ്മിച്ചു കൊടുത്തത്. എന്നിട്ട് അവരുടെ ഓരോ അയ്യപ്പസ്വാമിയുടെ പടം ഓരോ മുറികളിലും വെച്ചിരുന്നു. അതിൽ കുമരൻ സിൽക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലും ഇവരെടുത്ത് കളഞ്ഞു. അപ്പൊ അത്തരം ആൾക്കാർ പോലും വന്നിട്ടില്ല. ഈ പറഞ്ഞ 3 പേരാണ് സ്പോൺസർഷിപ്പായിട്ട് വന്നിരിക്കുന്നത്. ആ 3 പേരെ നിർബന്ധിച്ച് വാങ്ങിച്ചത് തന്നെയായിരിക്കും. എന്നിട്ട് ഇത് എത്ര രൂപ തട്ടിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവർ പറയുന്നത് ഈ കണക്കല്ല, ഇത് അല്ലാതെ സ്പോൺസർഷിപ്പ് പൈസ വന്നിട്ടുണ്ടാവും. അതിൽ എത്രത്തോളം തട്ടിച്ചു, എത്രമാര് വെട്ടിപ്പ് നടത്തി, ഇതാണ് അറിയേണ്ടത്. കാര്യം ഇത് ഒരു നിസ്സാര കാര്യമല്ല. ഇത് അയ്യപ്പസ്വാമി മുന്നിട്ടിറങ്ങി ഇത് പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്ത് വരാൻ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം ഈ കള്ളന്മാരുടെ പക്ക കള്ളന്മാരാണ്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്, മോഷണമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തട്ടിപ്പ് സംഗമം നടത്തിയത്. അതുപോലെ ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പൈസയൊക്കെ ഇങ്ങോട്ട് പോകുന്നു, അവർ പറയുന്ന മറ്റു ക്ഷേത്രങ്ങൾ കൊടുക്കുന്നു. ചുമ്മയാണ്. ഇതെല്ലാം തട്ടിപ്പാണ്. പല രീതിയിലും പണം അടിച്ചു മാറ്റുന്നത് പോരാതെ വന്നപ്പോഴാണ് അവിടെ ആരോ വിജയമല്യ സമർപ്പിച്ച സ്വർണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചത്. ഇനി ഭഗവാനെ തന്നെ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഭയക്കേണ്ടിയിരിക്കുന്നു. കാര്യം ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഓരോ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് ഈ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ മോചിതമാക്കണമെന്ന്. രാഷ്ട്രീയക്കാർക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. അവിടെ വിശ്വാസികളാണ് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഈശ്വര വിശ്വാസികളായിരിക്കണം ക്ഷേത്രം ഭരിക്കേണ്ടത്. അല്ലാതെ ഈ നപുംസകങ്ങളല്ല, രാഷ്ട്രീയ നപുംസകങ്ങളല്ല ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത്. അതാണ് വേണ്ടത്. അതിനുള്ളൊരു തീരുമാനം അത് എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടാൻ പറ്റും. കാര്യം ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഈ തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രങ്ങൾ നൽകിയതും കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ് അതിന് ശേഷമാണ് പിന്നെ കേരള ഗവൺമെന്റ് ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. കവനന്റിലൂടെ ഈ ക്ഷേത്രങ്ങളെ നൽകിയത് കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഇടപെട്ട് ഈ ക്ഷേത്രങ്ങളെ ഈ ശുദ്ധ തട്ടിപ്പുകാരിൽ നിന്നും രക്ഷിച്ചെടുക്കുമെന്ന് തന്നെയാണ്
വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വിശ്വസിക്കുന്നത്. എന്തായാലും വിശ്വഹിന്ദു പരിഷത്ത് മുന്നിലിറങ്ങി പറഞ്ഞിരിക്കുന്നത് ഈ കേസ് അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അഭിപ്രായം പറഞ്ഞു, CBI അന്വേഷിച്ചാൽ എന്തെങ്കിലും പുറത്തു വരുമോ എന്ന്. പക്ഷേ ഹൈക്കോടതി പറയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഈ SIT എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പല ആൾക്കാരെയും ഈ CPM-ന്റെ പല പ്രമുഖരെയും അതിനകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അത് ഈ കേസിനെ അട്ടിമറിക്കാനാണ്. കടകംപള്ളി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ കേസിൽ കുടുങ്ങേണ്ടതാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് CPM-ന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് SIT-യിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. അപ്പൊ ഹൈക്കോടതിയെ തിരിച്ചറിഞ്ഞ് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുക, വിശ്വസ്തതയുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിക്കുക. ഹൈക്കോടതിയെ പോലെ പറ്റിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത്? ഹൈക്കോടതിയല്ലേ പറഞ്ഞത് ഈ ഒരു പൈസ പോലും ദേവസ്വം ബോർഡിൽ നിന്നോ. ശ്രീ വിജയ് തമ്പി, നിലപാട് വ്യക്തമാണ്. VHPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പിയാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്.